എന്താ ഇത്ര ചിരിക്കാൻ? പെമ്പിള്ളാരായ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. റോഡിൽ കിടന്ന് പല്ലിരിക്കുന്നതിലേ വലിയ കോമഡി ഒന്നും ഇല്ല. വട്ട മുഴുത്ത വട്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ കൂടെ ചിരിക്കാൻ ഒരു തോഴി. ചിരിക്കേ, എന്താ നിർത്തിക്കളഞ്ഞത്? ആണുങ്ങളെ കളിയാക്കുന്നതിലേ വലിയ ക്രെഡിറ്റ് ഒന്നും ഇല്ല. അന്ന് ഓഫീസിൽ വെച്ച് എന്നെ കളിയാക്കി, ഇപ്പൊ നടുറോടി വെച്ച്. പക്ഷേ എനിക്കത് ഇഷ്ടമായി. വരട്ടെ. ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഒബ്ജക്ഷൻസ് ഒന്നും സാറ് കണക്കാക്കണ്ട. ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ഇന്ന് തന്നെ അയക്കുന്നുണ്ട്. ട്രഷറി നിയന്ത്രണം തീരുന്നത് വരെ സഹിച്ചല്ലേ പറ്റൂ. സർ, അയക്കാം സർ. ഓക്കെ. ഉണ്ണിമാവനത്തിരി പരിഭവത്തിലാ പോയിരിക്കുന്നത്. എന്തു പറഞ്ഞു? ഇനി ഇങ്ങോട്ട് വരില്ലെന്നാ പറഞ്ഞേ. അതെ അതെ, നാളെ നേരം വെളുക്കുമ്പോ ആളിങ്ങെത്തും. ഏതെങ്കിലും പെൺകുട്ടിയുടെ പേരും പറഞ്ഞു. ഞാനും ഒരാലോചനയും കൊണ്ടാ വന്നിരിക്കുന്നത്. മനസ്സിലായി. ഉണ്ണിമാവൻ പിണങ്ങി പോയപ്പോഴേ കുറുപ്പിയേട്ടന് ജോലിയായി എന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. അയ്യോ, ഇത് സാധാരണ പറയും പോലെ അല്ല. എന്റെ നോട്ടത്തിൽ നല്ല കുട്ടി, നല്ല ആൾക്കാര്, ജാതകവും നന്നായി ചേരും. അതൊക്കെ ശരി. പെണ്ണിനെ പോയി കണ്ടിട്ട് വേണ്ടാന്ന് പറയാൻ ഇനി എനിക്ക് വയ്യ. വീട്ടുകാരറിയാതെ പെണ്ണിനെ ഒന്ന് കാണാൻ പറ്റുമോ? എന്നിട്ട് അവരുമായിട്ട് ആലോചിച്ചാൽ മതി. മതി, അത് മതി. എന്നാ പിന്നെ ഞാൻ ഇരിക്കുന്നില്ല. ജോലി നടക്കട്ടെ. കാണാനുള്ള സൗകര്യം നോക്കി ഞാൻ അറിയിക്കാം. എന്നും വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, വീണ്ടും ക്യാൻസൽ ചെയ്യുക. എന്താ ഇത്? ചേഞ്ച് ഓഫ് പ്രോഗ്രാം. ശരിക്കും മിസ്റ്റർ ഗോപികൃഷ്ണൻ എന്താ വേണ്ടേ? ഐ വാണ്ട് ടു നോ മോർ അബൌട്ട് യു. അബൌട്ട് മീ? യെസ്. എന്തിന്? ഇതൊക്കെ ചെയ്യാൻ വേറെ ആരുമില്ല ഇവിടെ. ഇത്തിരി കഴിയുമ്പോ കൈ വയ്യ, കാല് വയ്യ എന്നൊക്കെ പറയാൻ. എന്തു പറ്റിയെന്ന്? അമ്മ ഒരു നേരെ അടങ്ങിയിരിക്കത്തില്ല. വയസ്സായാൽ കുറച്ചൊക്കെ വിശ്രമം ആവശ്യമാണ്. നീ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതാ ഈ സോപ്പിടല്. അമ്മയെ സഹായിക്കാൻ ഈ വീട്ടിൽ ഒരാൾ ഉണ്ടായേ പറ്റൂ. അതെ അതെ, അത് ഞാൻ നിന്റെ അച്ഛനോട് എന്നേ പറയുന്നതാ. സമ്മതിക്കണ്ടേ? തുണി നനയ്ക്കാനും പാത്രം കഴുകാനും മാത്രമാണെങ്കിൽ ഒരാളെ കൊണ്ടുവന്ന് തരാമെന്ന് ആ വേലായിരുന്നു ഏറ്റിട്ടുണ്ട്. ഓ, ഈ അമ്മയുടെ തല ഒന്നും കേറത്തില്ല. അമ്മ ഇതങ്ങനെയല്ല. പിന്നെങ്ങനെയാടാ? അത് ഞാൻ പറയാം. ഈ ചെറുക്കന്റെ ഒരു കളി. കാര്യം എന്താന്ന് വെച്ചാ പറ. അതായത് ഈ അടുക്കളയിലും പുറത്തുമൊക്കെ അമ്മയ്ക്കൊരു കൂട്ടിന്, അതായത് സ്ഥിരമായിട്ട്. എടാ തിരുവാലി, നീ ആള് കൊള്ളാമല്ലോ. അച്ഛനെന്തി നടക്കാനിറങ്ങി. വരുന്ന വഴി ഏതോ നമ്പ്യാരെ കാണാനുണ്ട് അത്രേ. നിന്റെ കാര്യത്തിൽ തന്നെയാ. എന്റെ കാര്യത്തിലോ? എന്താ? എന്റെ അമ്മയെ അച്ഛൻ വല്ലോ അലമ്പോ പാർട്ടിയുടെ ഫോട്ടോയും ജാതകവും തപ്പിപ്പിടിച്ചോണ്ടെങ്കിൽ പോരും. ആഹാ, ഇപ്പൊ അങ്ങനെയായോ? അമ്മേ, അച്ഛന് ഞാൻ അല്പം ജോലി കുറച്ചിട്ടുണ്ട്. പറഞ്ഞേര്, ഇനി മോന് വേണ്ടി നാട് നീളെ പെണ്ണ് അന്വേഷിച്ച് നടക്കണ്ടെന്ന്. എന്താ, നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഞാൻ എവിടുന്ന് കണ്ടുവെക്കാൻ? ഒരു ദിവസം ട്രാവൽ ഏജൻസി ചെന്നപ്പോ ഒരു പെണ്ണിനെ കണ്ടു. കൊള്ളാം. ആര് കണ്ടാലും ഇഷ്ടപ്പെടും. ആദ്യം കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ കണ്ട അമ്മയ്ക്കും ഇഷ്ടപ്പെടും. മതി മതി. അപ്പൊ ഇതിനായിരുന്നല്ലേ വാല് പോക്കിയത്? പറ, എവിടെ ഉള്ളതാ കുട്ടി? അതൊന്നും എനിക്കറിയില്ല. കണ്ട ഉടനെ ഊരും പേരും ഒക്കെ ചോദിക്കാൻ പറ്റുമോ? ഒരു ദിവസം ചന്ദനക്കുറി കണ്ടപ്പോ ഹിന്ദുവാണെന്ന് മനസ്സിലായി. ചന്ദനക്കുറി കണ്ടുകൊണ്ട് ജാതി മതം ഒന്നും തീരുമാനിക്കണ്ട. ആരാന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് വാ, ഞാൻ അച്ഛനോട് പറയാം. പിന്നൊരു കാര്യം, പറയുന്നത് ഒരു തഞ്ചത്തിലൊക്കെ ആവണം. അച്ഛൻ ചിലപ്പം കയറി ഇടങ്ങോലിടുമായിരിക്കും. എന്നാൽ ഉള്ള കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. എനിക്ക് ആ പെണ്ണ് ഇഷ്ടമാണ്. ഞാൻ ആ പെണ്ണത്തെ കെട്ടുകയും ചെയ്യും. അല്ല, കെട്ടിച്ചു തരണം. ആരെ കെട്ടിച്ചു തരുന്ന കാര്യമാ പറയുന്നത്? അല്ല ഗോപി, എല്ലാം ഞാൻ കേട്ടു. അവനതാണ് താല്പര്യമെങ്കിൽ നമുക്കത് തന്നെ ആലോചിക്കാം. എന്താ സാവിത്രി? എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. മതി, എനിക്ക് ധൃതിയില്ല. ടേക്ക് യുവർ ഓൺ ടൈം. പക്ഷെ മറുപടി നെഗറ്റീവ് ആവരുത്. വിവാഹത്തിന്റെ കാര്യമൊക്കെ വീട്ടുകാരല്ലേ തീരുമാനിക്കേണ്ടത്? പേരൻസിനോട് ഞാൻ വന്ന് ചോദിക്കാം. പക്ഷേ തന്റെ തീരുമാനം അതാണ് അറിയേണ്ടത്. എന്നോട് അഭിപ്രായം ചോദിച്ചാ നോ എന്നെയും പറയില്ല. എന്താടി, കൊറേ നേരം ആയല്ലോ ഫോണിൽ കൂടി ഒരു ശൃംഗാരം. അങ്ങനെയൊന്നുമില്ല. നീ എന്നോട് ഒളിക്കൊന്നും വേണ്ട. റോഡിൽ വെച്ചുള്ള പുള്ളിക്കാരന്റെ പെർഫോമൻസും അടിക്കടിയുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യലും കണ്ടപ്പോഴേ തോന്നിയതാ ഈ ടിക്കറ്റ് ഓക്കെ ആവുമെന്ന്. എവിടെ? അവിടെ അല്ല, അതെ ഇവിടെ. ഒന്ന് നേരെ നിൽക്ക്. എന്നെ ആ കുട്ടി കാണണ്ട, ഞാൻ മാറിക്കാം.
ആ, ഞാൻ തന്നെ കാണാൻ അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. അതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. എന്നെ കുറിച്ച് വിചാരിച്ച ഉടനെ ഞാനിങ് എത്തിയില്ലേ. എന്താണാവോ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഒരു ഹോട്ട് ന്യൂസ് ഉണ്ട്. ആദ്യം അത് തന്നെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. എന്താ കാര്യം? അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു മൂട് വരട്ടെ, രണ്ടെണ്ണം വീശണം. ദിസ് ഇസ് മൈ ഡേ. വാ. താൻ ഇങ്ങനെ ഓഫീസും ഫയലും വീടുമായിട്ടൊക്കെ കഴിഞ്ഞു. ഞാൻ കെട്ടി ഒതുങ്ങാൻ തീരുമാനിച്ചു. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ ഒരു പെണ്ണിനെ കണ്ടെത്തി. അമ്മയെ അറിയിക്കുകയും ചെയ്തു. 2 or 3 ദിവസത്തിനകം സംഗതി ഫിക്സ്. റിയലി? താൻ വിഷമിക്കണ്ടോ? കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ഞങ്ങളുടെ ലക്ഷ്യം തനിക്ക് വേണ്ടി ഒരു കുറത്തെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ വെറുതെ വിടാനൊന്നും ഭാവമില്ല. വെരി സോറി. തന്നെയും തന്റെ കെട്ടിയോളെയും ബുദ്ധിമുട്ടിക്കാൻ ഞാനും തീരുമാനിച്ചിട്ടില്ല. എന്റെ കുറത്തെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആ യെസ്. നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞാനും ഒരു പെൺകുട്ടിയെ കണ്ടു. നെറ്റിയിൽ ഗോപി ചന്ദനവും ഇട്ട് തുളസി കതിരും ചൂടി കുരുത്തോല പോലൊരു പെൺകുട്ടി. സത്യം പറഞ്ഞ അമ്പലമുറ്റത്ത് വെച്ച് കണ്ടപ്പോ അവിടെ നിന്ന് അടിച്ചോണ്ട് പോകണമെന്ന് തോന്നിയതാ. ചെറുപ്പത്തിലെ എല്ലാ കുസൃതി തരങ്ങളും ഒന്നിച്ച് പുറത്തു വന്നതുപോലെ. താൻ ആരാടോ? മുട്ടത്ത് വർക്കിയുടെ അനന്തരവനോ? അല്ല ഇങ്ങനെ പൈങ്കിളി സാഹിത്യം പറയാൻ. മൗനം വാചാലമാകുന്ന നിമിഷങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവൂടോ. ശരിക്കും ഇതാണ് ഹോട്ട് ന്യൂസ്. ഇതിന്റെ മുന്നിൽ എന്റെ കാര്യം വെറും ഒരു ക്ലാസിഫൈഡ് പരസ്യം പോലെയായി. ഇത്രയും സുന്ദരമായ മുഹൂർത്തം ആഘോഷിക്കാൻ ഇത് ഉപകരിച്ചില്ലേ? തന്റെ സന്തോഷത്തിന് വേണ്ടി വൺ മോർ ലാസ്റ്റ്. മതി മതി മതി. ആസ്വദിക്കാൻ ഇനി സമയമുണ്ടല്ലോ. ഇനി ഞാനൊന്ന് കണ്ട തന്റെ കുരുത്തോല കുട്ടിയെ. പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ഉണ്ണിമാമയുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. എന്റെ കല്യാണം ഒന്ന് നടന്നു കാണാൻ വേണ്ടി പുള്ളി ഗുരുവായൂര്, കാടാമ്പുഴ, ചോറ്റാനിക്കര എന്ന് വേണ്ട സകല അമ്പലങ്ങളിലും നേർച്ച ചേർന്നിരിക്കുക. ചിലപ്പോ അതിന്റെയൊക്കെ പുണ്യം കൊണ്ടാവും ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു പെൺകുട്ടിയെ തന്നെ എനിക്ക് കിട്ടിയത്. ഇനി ലൈഫിന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റണം. കല്യാണത്തിന് മുമ്പ് തന്നെ കുറച്ചുകൂടെ പോഷ് ആയിട്ടുള്ള ഒരു വീടെടുക്കണം. നല്ല കുറെ ഫേർണിച്ചർ. എന്തൊക്കെയാ ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല. എന്തായാലും അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. താനെന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ കുറത്തെ കുറിച്ച് താനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കിഷ്ടായി. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് താൻ ആഗ്രഹിച്ച പെണ്ണിനെ കണ്ടെത്തിയത്. ആദ്യത്തെ ആശംസകൾ എന്റെ സസ്യൂഷൻ. ഞാൻ ഇറങ്ങുന്നു. ഗോപി, എന്താ? എന്തു പറ്റി? ഈ പെൺകുട്ടിയെ നിനക്ക് നേരത്തെ അറിയൂ? ഇല്ല. വാട്ട്സ് യുവർ പ്രോബ്ലം? ടെൽ മീ. ഒന്നുമില്ല. നിൽക്ക്. കള്ളം പറഞ്ഞൊഴിഞ്ഞു മാറണ്ട. നിനക്കവളെ അറിയാം. നിന്റെ ഈ ഭാവമാറ്റം ഉണ്ടല്ലോ, അതെന്നും എന്റെ മനസ്സിലൊരു കരടായിരിക്കും. പറയ്. ശരിയാണ്. ഞാൻ പറയാതിരുന്നാൽ നിന്റെ മനസ്സിൽ എന്നും ഈ സംശയം ബാക്കി നിൽക്കും. ഒന്നുമില്ലടാ, ഞാൻ ആഗ്രഹിച്ചതും ഇതേ പെൺകുട്ടി തന്നെ. 2-3 തവണ കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. മനസ്സിലുള്ള തുറന്നു പറഞ്ഞപ്പോ എതിർപ്പുണ്ടായിരുന്നില്ല. അത്രേ ഉള്ളൂ. ഇത്രത്തോളം പോലും ഞാൻ പോയിട്ടില്ല. ഈ കുട്ടി എന്നെ കണ്ടിട്ട് പോലുമില്ല. ഏതായാലും അമ്മാവനെ വിളിച്ച് പ്രൊസീഡ് ചെയ്യണ്ടെന്ന് പറയാം. നോ, അത് വേണ്ട. വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. താനിത് അങ്ങോട്ട് പിടിപ്പിച്ചേ. ആ, മേനു സാറോ വന്നാ? കുറുപ്പിനെ പിന്നെ അങ്ങോട്ടൊന്നും കണ്ടില്ല. എന്നാൽ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇരുന്നാ. ഭഗവാന് സ്വർണ്ണാങ്ക് തീർക്കുന്നതിന്റെ ബദ്ധപ്പാടില്ല. പകുതി പണം ദേവസ്വം തരും, ബാക്കിയുള്ളത് തിരിച്ചെടുക്കണം. രാഷ്ട്രീയക്കാർ കയറി നിരങ്ങാൻ തുടങ്ങിയത് പിന്നെ ഭഗവാന്റെ കാര്യവും കുഴപ്പത്തിലായി അല്ലേ? ഒന്നും പറയണ്ട. നാഗർക്ക് വിളക്ക് വയ്ക്കുന്നവർക്ക് പോലും യൂണിയനാ. ഇന്ത്യ സ്ഥലം. ആട്ടെ, കാര്യങ്ങൾ ഏതുവരെയായി? അത് കൊള്ളാം. നല്ല ചോദ്യം. എന്തായിന്ന് അങ്ങോട്ട് ചോദിക്കാനാ ഞാനിപ്പോ വന്നത്. ചെറുക്കന് പെണ്ണിനെ പിടിച്ചു, ജാതകവും ചേരും, വീട്ടുകാർക്കും ഇഷ്ടമായി. ഇന്നിനി എന്താ ആലോചിക്കാനാ? അതുപോരല്ലോ, ചെറുക്കനും പെണ്ണും തമ്മിൽ ഔപചാരികമായ ഒരു കൂടിക്കാഴ്ച വേണ്ടേ? മാത്രമല്ല, ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ
എന്താ അവരുടെ ചോദ്യം എന്നൊക്കെ അറിയണ്ടേ? ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ അവർക്കുണ്ട്. പെണ്ണിനെ മാത്രം മതി. വിപ്ലവം പ്രസംഗിക്കാനേ കൊള്ളൂ. ചെന്നു കയറുന്ന വീട്ടില് മക്കൾക്ക് ഒരു മാനക്കേടും ഉണ്ടാകരുതെന്ന് ഏഴ് അന്തമാരാ ആഗ്രഹിക്കാത്തത്. എന്താ ഉള്ളതെന്ന് വെച്ചാ അതങ്ങോട്ട് കൊടുക്കുക. ഇനിയിപ്പോ ഒരു ചടങ്ങിന് വേണ്ടിയാണെങ്കിൽ അവിടുന്ന് വരട്ടെ. ചെറുക്കന്റെ അമ്മാവനെ ഞാൻ ഇന്ന് തന്നെ അറിയിക്കാം. അതാ അതിന്റെ ശരി. ഓ, അപ്പോ ഞാനൊന്ന് തൊഴുതിട്ട് വരാം. ആയിക്കോട്ടെ. ആ, 100 ആയസ്. ഞങ്ങളിപ്പോ കല്യാണക്കാര്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശങ്കരമേനോൻ വന്നിട്ടുണ്ട്. ആ, കുട്ടിയുടെ അച്ഛനെ ദർശനത്തിന് കയറിയിരിക്കുക. നേരിട്ടൊന്ന് കാണുകയും ചെയ്യാമല്ലോ. ആ, ബാലു ഇരിക്കെ, മേന്നെ ഞാൻ വിളിക്കാം. വേണ്ട, വിളിക്കണ്ട. ഈ വിവാഹം നടക്കില്ല കുറുപ്പേട്ട. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നേ? അമ്മാവനെ ഞാൻ എഴുതിയിട്ടുണ്ട്. കുറുപ്പേട്ടനോട് ഒന്ന് പറയണമെന്ന് തോന്നുന്നു. ബാലൻ തന്നെയല്ലേ സമ്മതമാണെന്ന് പറഞ്ഞത്? ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞാ ആ കുട്ടിക്ക് എന്ത് തോന്നും? ഒന്നും തോന്നില്ല. ചുറ്റി വളയ്ക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. ആ കുട്ടി എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പത്തില്ല. ബാലു എന്തായി പറയുന്നത്? സത്യമാണ് കുറുപ്പേട്ട. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ശങ്കരമേനോനെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. അദ്ദേഹത്തിന്റെ കുട്ടിയാ. അങ്ങനെ വരാൻ വഴിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് പോലും ഇത് അറിയില്ലായിരിക്കും. ഏതായാലും കുറുപ്പേട്ടനൊന്ന് പറയണം. മകളുടെ വിവാഹം ആലോചിക്കുന്നതിന് മുമ്പ് അവരുടെ മനസ്സിൽ എന്താണെന്ന് കൂടി ഒന്ന് അറിയാൻ. ഞാൻ വരട്ടെ.